ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ളയാളെ ബ്രൂണയിൽ കണ്ടെത്തിയെന്ന വാർത്തയിൽ ട്വിസ്റ്റ്. പ്രചരിക്കുന്നത് കരുമത്ര സ്വദേശി ദാമോദര മേനോന്റെ ചിത്രമാണെന്ന ബന്ധുക്കൾ. ഫോട്ടോയിൽ കണ്ടത് ദാമോദരനെന്ന് സ്ഥിരീകരിച്ച് പോലീസും. സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്ന പ്രചാരണത്തിന് പിന്നിൽ ഗൂഢാലോചനയാണോ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. തൃശൂരിൽ നാളെ പുലിയിറക്കം. പുലിമടകളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തവണ ചുവടുവെക്കുന്നത് 9 സംഘങ്ങൾ. നാടെങ്ങും ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. തൃശൂർ നഗരത്തെ പീത പതാകയണിയിച്ച് ഘോഷയാത്ര നടന്നു. ഓണാഘോഷത്തിന്റെ മറവിൽ കുന്നംകുളത്ത് പലചരക്ക് കടയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. പോർക്കുളം നിവേദ്യ സ്റ്റോഴ്സിന് നേരെയാണ് ആക്രമണം നടന്നത്. ചിറ്റാറ്റുകരയിൽ ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി ജോയ്സനാണ് മരിച്ചത്. എളവള്ളി കാക്കശ്ശേരി ഇന്ദ്രാംചിറയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വാർത്തകൾ വിശദമായി. അത് സുകുമാരക്കുറുപ്പല്ല. പാസ്പോർട്ടിലെ ഫോട്ടോ കരുമത്ര സ്വദേശി ദാമോദര മേനോന്റേതെന്ന് ബന്ധുക്കൾ. അതെ, അത് സുകുമാരക്കുറുപ്പല്ല. സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോ കരുമത്ര സ്വദേശിയുടേതാണ്. കരുമത്ര മൂർക്കനാട്ട് നാരായണൻ ജാനകി ദമ്പതികളുടെ മകനായ ദാമോദര മേനോൻ. അദ്ദേഹം ഇപ്പോൾ ബ്രൂണയിലാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പ്രചരിപ്പിച്ചത്. അത് വീട്ടുകാർ തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ സഹോദരൻ കരുണാകര മേനോൻ. എപ്പോഴാണത് ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്? ഞാൻ ഇപ്പം നിങ്ങൾ വന്നു, എല്ലാവരും വന്നു, അപ്പം അറിഞ്ഞത്. പിന്നെ പേപ്പറിൽ ഇങ്ങനെ കേട്ടു. ചേട്ടനായിട്ട് വേറൊന്നുമില്ല, ചേട്ടനായിട്ട് ചേട്ടൻ എന്താ ആക്സിഡന്റ് പറ്റി, അപ്പോൾ കണ്ടു. അദ്ദേഹം എത്ര വർഷമായി അവസാനം നാട്ടിൽ വന്നത്? എത്ര വർഷമായി? 30 വർഷമായി. 30 വർഷം ബന്ധപ്പെടാറുണ്ട്? കുടുംബവുമായി ബന്ധപ്പെടാറുണ്ടോ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഇപ്പോൾ വിളിക്കാറില്ല. ഫസ്റ്റ് ഇതായിരിക്കണം. ഞാൻ ഇന്നിപ്പോൾ ആ സുഹൃത്ത് എനിക്ക് കോണ്ടാക്ട് ചെയ്തേ, അയാൾ വരും, ഫോട്ടോ കണ്ടു സംസാരിച്ചു. അല്പസമയം മുമ്പ് സംസാരിച്ചു. ചേട്ടനുമായി സംസാരിച്ചു നേരിട്ട്. എന്ത് പറഞ്ഞു? അപ്പം എന്നോട് പറഞ്ഞു, പേരെക്കുറിച്ച് ചോദിച്ചു. എൻ്റെ മോനും ഭാര്യയ്ക്കും വിശേഷമൊന്നുമില്ല, സുഖം തന്നെ, ഇവിടെ ഉള്ളവർക്കും വിശേഷമൊന്നുമില്ല ചോദിച്ചു. പിന്നെ കുറച്ച് പണിയുണ്ട് വീടും. വീടൊക്കെ ഈ വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വന്നിരുന്നു അല്ലേ? പോലീസ് വന്നിരുന്നു, അന്വേഷിച്ചു. അവിടെ പല ഈ മലമാരിക്കറിയല്ലോ, ഞങ്ങളുടെ പിന്നാലെ പലരും ഉണ്ടാവും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഹോദരി സരളാദേവിയുമായി സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞത് ശരിയാണോ? ഇവിടെ ആരും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. ദാമോദര മേനോന്റെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. നമുക്കറിയാം, പ്രചരിച്ച ഫോട്ടോ നമുക്കറിയാം. ഈ ദാമോദര മേനോന്റെ ഫോട്ടോ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഫോട്ടോയാണ് പിന്നീട് പ്രചരിക്കുകയുണ്ടായത്. ഇപ്പോൾ കരിമത്രയിൽ മൂർക്കനാട് കുടുംബത്തിൽ ദാമോദര മേനോൻ എന്ന് പ്രചരിക്കുന്ന ദാമോദര മേനോന്റെ ഫോട്ടോ, സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന ദാമോദര മേനോന്റെ വീട്. ഇപ്പോൾ അദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ട താമസ സ്ഥലമോ വീടോ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിനോട്? ഇതന്നെ വീട്, തറവാടാണ്. ഇതാണ് തറവാട്. ആ മരുമകള്, അപ്പുറത്ത് മരുമകൻ, വേറെ അറിയില്ല. എൻ്റെ ഭാര്യയും മോനും. ആ കുട്ടിയെ ചോദിച്ചു, അവർ മുഴുവൻ അതല്ല കാര്യം. ഓണം കൂടെ അല്ലേ? ശരി, ഞാനും കൂട്ടി തുടങ്ങിയല്ലേ ചോദിച്ചു നോക്കൂ. ശരി, എന്തായാലും അത് സുകുമാരക്കുറുപ്പല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുകുമാരക്കുറുപ്പ് വലിയ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കരിമത്രയിലെ മൂർക്കനാട് കുടുംബത്തിലെ ദാമോദര മേനോൻ, അദ്ദേഹം ഇപ്പോൾ ആക്സിഡന്റ് പറ്റി ബ്രൂണയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ളത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ നഗരം കീഴടക്കാൻ നാളെ പുലികൾ ഇറങ്ങും. തൃശൂരിന്റെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് നടക്കുന്ന പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ മടകളിൽ പുരോഗമിക്കുകയാണ്. മഴ നിഴൽ വീഴ്ത്തുമ്പോഴും ആവേശം അതിനുമേലെ കുടപിടിക്കുകയാണ്. ചെണ്ടമേളത്തിനൊപ്പം അരമണി കിലുക്കി പുലിക്കൊട്ടിനൊപ്പം ചുവടുവെച്ച് ആർപ്പുവിളികളുമായി 400ഓളം പുലികൾ സ്വരാജ് റൗണ്ടും നഗരവും കീഴടക്കാനിറങ്ങും.
വിയ്യൂർ യുവജന സംഘം കുട്ടൻകുളങ്ങര, പാട്ടുരായ്ക്കൽ, പൂങ്കുന്നം സീതാറാമിൽ, ചക്കാമുക്ക്, കാനാട്ടുകര, ഒളരിക്കര, ശങ്കരംകുളങ്ങര, അയ്യന്തോൾ എന്നിങ്ങനെ 9 ദേശങ്ങളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഒളരിക്കര ദേശം ആദ്യമായാണ് ചുവടുവയ്ക്കുന്നത്. വൈകിട്ട് 4-ന് വിയ്യൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൌണ്ടിലെത്തും. ഏറ്റവും ഒടുവിലായി രാത്രി 7 മണിയോടെ അയ്യന്തോൾ ദേശവും എത്തും. 6 സംഘങ്ങൾ MG റോഡിലൂടെയും 2 ദേശങ്ങൾ വടക്കേ സ്റ്റാൻഡ് വഴി ബിനി ജംഗ്ഷനിലൂടെയുമാണ് റൌണ്ടിൽ കടക്കുക. പാട്ടുരായ്ക്കൽ ടീം ഷൊർണൂർ റോഡ് വഴിയാണ് റൌണ്ടിൽ പ്രവേശിക്കുക. ഓരോ സംഘങ്ങളിലും 35 മുതൽ 51 വരെ പുലിക്കളി കലാകാരന്മാരുണ്ടാകും. വാദ്യസംഘത്തിൽ 25 മുതൽ 35 വരെയാകും അംഗങ്ങൾ. ഇവർക്കൊപ്പം വിവിധ നിശ്ചല ദൃശ്യങ്ങളും അകമ്പടിയാകും. ബിനി ജംഗ്ഷനിൽ വൈകിട്ട് 4-ന് മന്ത്രി OJ ജനീഷ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. മികച്ച പുലിക്കളി സംഘം ഉൾപ്പെടെ ആകെ 9 ഇനങ്ങളിലാണ് കോർപ്പറേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയും അടങ്ങുന്ന സമ്മാനങ്ങൾ നൽകുക. മികച്ച ടീമിന് 70,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 60,000 രൂപയും 3ാം സ്ഥാനത്തിന് 50,000 രൂപയും നൽകും. കൂടാതെ നിശ്ചല ദൃശ്യങ്ങൾ, പുലിക്കൊട്ട്, പുലിവേഷം, പുലിവാഹനം, പുലിവര, പുലിച്ചമയം എന്നിവയിലും സമ്മാനങ്ങളുണ്ട്. പുലിക്കളിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കാത്തിരിപ്പാണ്. വയറൻ പുലികളും 6 പാക്ക് പുലികളും കുട്ടിപ്പുലികളും അണിനിരക്കുന്ന തനത് നാടൻ കലാരൂപത്തിന്റെ രൗദ്രതാളങ്ങളാണ് തൃശൂർ കാത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ 172ാം ജയന്തി ദിനത്തിൽ SNDP യോഗം തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ നടന്ന ഘോഷയാത്രയിൽ 100 ശ്രീനാരായണീയർ അണിനിരന്നു. തെക്കേ ഗോപുരനടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം തൃശൂർ യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മോഹനൻ കുന്നത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് ഓണാഘോഷത്തിന്റെ മറവിൽ പലചരക്ക് കടയ്ക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. പോർക്കുളം നിവേദ്യ സ്റ്റോഴ്സിന് നേരെയാണ് ആക്രമണം നടന്നത്. കടയുടെ മുൻഭാഗത്തെ ഷീറ്റ് മേഞ്ഞ ഭാഗവും മേശകളും അക്രമികൾ തകർത്തു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി സമീപത്ത് ഓണപരിപാടികൾ നടന്നിരുന്നു. ഇതിനുശേഷമാണ് കടയ്ക്ക് നേരെ ആക്രമണം നടന്നത്. കടയുടമ ഉണ്ണികൃഷ്ണന്റെ പരാതിയെ തുടർന്ന് സമീപത്തെ CCTV ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചിറ്റാറ്റുകരയിൽ ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ ജേക്കബ് മകൻ 47 വയസ്സുള്ള ജോയ്സൺ ആണ് മരിച്ചത്. ചിറ്റാറ്റുകര പോൾ മാസ്റ്റർ പടി സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. എളവള്ളി കാക്കശ്ശേരി ഇന്ദ്രാംചിറയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മുണ്ടൂർ സ്വദേശി കൊണ്ടരപ്പശ്ശേരി വീട്ടിൽ ഗംഗാധരന്റെ മകൻ 47 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. ഓണത്തോടനുബന്ധിച്ച് എളവള്ളിയിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു അനീഷ്. കുളിക്കുന്നതിനിടെ അനീഷ് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നുവെന്ന് പറയുന്നു. ഒപ്പമുണ്ടായിരുന്നവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പാവറട്ടി പോലീസും കുന്നംകുളം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ആളെ പുറത്തെടുത്തത്. ഉടൻ തന്നെ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുമ്മാട്ടികളുടെ ഈറ്റില്ലമായ കിഴക്കുംപാട്ടുകരയിൽ മൂന്നോണ നാളിൽ വിവിധ കൂട്ടായ്മകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ കുമ്മാട്ടി മഹോത്സവം സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കാണികളിൽ ആവേശം വാനോളമുയർത്തി കുമ്മാട്ടിക്കൂട്ടങ്ങൾ കിഴക്കുംപാട്ടുകരയുടെ തെരുവുകളിൽ ആടിത്തിമിർത്തു. ബാൻഡുവാദ്യം, നാദസ്വരം, തമ്പോറ് തുടങ്ങിയ വാദ്യമേളങ്ങളുടെയും വീരനാട്യം തുടങ്ങിയ നൃത്തരൂപങ്ങളും ഫാൻസി രൂപങ്ങളും കുമ്മാട്ടി ഘോഷയാത്രയിൽ അണിനിരന്നു. കിഴക്കുംപാട്ടുകരയിലെ ആബാലവൃദ്ധം ജനങ്ങൾ കുമ്മാട്ടി ആവേശം നെഞ്ചേറ്റി. തെരുവുകളിൽ കുമ്മാട്ടികൾക്കും വാദ്യമേളത്തിനുമൊപ്പം ചുവടുകൾ വെച്ചു. ഫ്രണ്ട്സ് ഓഫ് രാജർഷി, വടക്കുമുറി, സമന്വയ, ഫോർ തുടങ്ങിയ കുമ്മാട്ടി സംഘങ്ങളാണ് കിഴക്കുംപാട്ടുകരയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കുമ്മാട്ടി ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഇടവേള.
ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of God. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. PL World of Comfort. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL World of Comfort, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Kalpaka Weddings, where traditions become timeless. കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വൈകിട്ട് 6:30 പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ പാലക്കാട് ഭൈരവി ഭജൻസിന്റെ ഭജൻ സന്ധ്യ ഉണ്ടാകും. 1,00,000-ലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം 14 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ജനങ്ങൾ ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി മേയറെ കൊണ്ടും കേരള സർക്കാരിനെ കൊണ്ടും ഇവിടുത്തെ MLA കൊണ്ടും പൂർണ്ണ പിന്തുണ. ഇതിൻ്റെ ഫയലിൽ ആദ്യം ഒപ്പിടേണ്ട ആൾ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ ഞാൻ ആ ഫയലിൽ ഒപ്പിട്ടിരിക്കും. പക്ഷെ ആ ഫയലായി എത്തേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 30. അത് പക്ഷേ ഒരിളവ് നൽകി. കാഴ്ച പരിമിതിയുള്ള ലോട്ടറി വിൽപ്പനക്കാരന്റെ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു.
60% കാഴ്ചക്കുറവുള്ള ലോട്ടറി വിൽപ്പനക്കാരൻ അന്തിക്കാട് സ്വദേശി TC നടരാജന്റെ 9 ഓണം ബമ്പർ ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. വിൽപ്പനയ്ക്കിടെ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട ടിക്കറ്റുകൾക്കായി ഇനി അന്വേഷിക്കാത്ത ഇടമില്ല. ജന്മന പാതിയിലേറെയുള്ള അന്ധതയോടും ജീവിത സാഹചര്യങ്ങളോടും പൊരുതിയാണ് കഴിഞ്ഞ 7 വർഷമായി നടരാജൻ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്നത്. 9 ടിക്കറ്റിന്റെ വിപണി വില 4500 രൂപയാണെങ്കിലും ഈ പാവത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൂല്യം അതിലും എത്രയോ മടങ്ങാണ്. നഷ്ടപ്പെട്ട ടിക്കറ്റ് നമ്പറുകൾ അധികൃതരെ അറിയിച്ച് ബ്ലോക്ക് ചെയ്തതിനാൽ കിട്ടുന്നവർക്ക് പ്രയോജനമുണ്ടാകില്ലെന്ന് നടരാജൻ പറഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പുത്തൻപീടികയിൽ വെച്ച് നടരാജന്റെ 19 ലോട്ടറി ടിക്കറ്റുകൾ ടിക്കറ്റ് എടുക്കാനെന്ന വ്യാജേനെ അടുത്തുകൂടിയയാൾ കവർന്ന് കടന്നു കളഞ്ഞതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ പിടികൂടിയിരുന്നു. TCV തൃശൂർ. ആലപ്പാട് സ്വദേശി നെല്ലിപ്പറമ്പിൽ ചന്ദ്രൻ മകൻ 40 വയസ്സുള്ള ചജിത്ത് എന്നയാളെ വ്യാഴാഴ്ച മുതൽ കാണാനില്ല. കുടുംബം അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 8547174504 അല്ലെങ്കിൽ 9447755782 എന്നീ നമ്പറുകളിലോ അറിയിക്കുക. ഒല്ലൂർ വിശുദ്ധ ഏവുപ്രസ്യാമ്മ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 7-ന് വിശുദ്ധ കുർബാന, നൊവേന, ഊട്ടുവെഞ്ചിരിപ്പ് എന്നിവ നടക്കും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ജപമാല പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. 50,000-ഓളം പേർക്കാണ് നേർച്ച ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഇടിയഞ്ചിറ ബണ്ട് റോഡിലെ KLDC കനാലിൽ വൻതോതിൽ ചത്ത മത്സ്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തി. കനാലിന്റെ കരഭാഗങ്ങളിലാണ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മത്സ്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. സാമൂഹ്യവിരുദ്ധരാണ് കനാലിലേക്ക് ചത്ത മത്സ്യങ്ങൾ തള്ളിയതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ശനിയാഴ്ച ഈ കനാലിലാണ് ഇടിയഞ്ചിറ സൗഹൃദ കൂട്ടായ്മയുടെ ജലോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാരും സംഘാടകരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ജലോത്സവത്തിന് തൊട്ടുമുൻപ് കനാൽ മലിനമാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. യുവാവിനെ വാളുകൊണ്ടും കത്രിക കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി കോറോട്ട് വീട്ടിൽ നവനീത്, കുന്നംകുളം ആർത്താറ്റ് സ്വദേശികളായ വൈശ്യം വീട്ടിൽ മൻസിഫ്, ഫായിസ് എന്നിവരാണ് അറസ്റ്റിലായത്. തളിക്കുളം പുനരധിവാസ ഉന്നതി സ്വദേശി കരിപ്പറമ്പിൽ വീട്ടിൽ ആദർശിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SIമാരായ
മൗഷമി, അമൽരാജ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആവേശം നിറച്ച കണ്ടശാംകടവ് ജലോത്സവത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി എടത്വ ബോട്ട് ക്ലബിന്റെ ആലപ്പാടൻ ചുണ്ടൻ സ്വന്തമാക്കി. ജവഹർ തായങ്കരി 2ാം സ്ഥാനവും നേടി. ചുരുളൻ വള്ളങ്ങളുടെ എ ഗ്രേഡ് മത്സരത്തിൽ സംഘം ബോട്ട് ക്ലബിന്റെ ഗരുഡൻ 1ാം സ്ഥാനവും പെരിങ്ങോട്ടുകര VBC വെണ്ണയ്ക്കൽ കടവിന്റെ താണിയൻ 2ാം സ്ഥാനവും നേടി. ബി ഗ്രേഡ് ചുരുളൻ വള്ളങ്ങളുടെ മത്സരത്തിൽ മുപ്പട്ടിത്തറ ബോട്ട് ക്ലബിന്റെ വടക്കുംപുറം 1ാം സ്ഥാനവും നടുവിൽക്കര LKBCയുടെ തട്ടകത്തമ്മ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ പ്രദർശന മത്സരം മാത്രമാണ് നടന്നത്. വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. സി രവീന്ദ്രനാഥ് MLA, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജ്യോതിലക്ഷ്മി വസന്തൻ, ക്ലമന്റ് ഫ്രാൻസിസ്, CM നൌഷാദ്, PI സജിത, CK കൃഷ്ണകുമാർ, CG മോഹൻദാസ്, റൂറൽ SP നദീമുദ്ദീൻ, VN സുർജിത്ത് എന്നിവർ സംസാരിച്ചു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പാലുവായി കാർഗിലിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. തിരുവോണ ദിവസം മദ്യപിച്ച് യാതൊരു പ്രകോപനവും കൂടാതെ കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവലിനെ ആക്രമിച്ച കേസിലെ പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തണമെന്ന് കോൺഗ്രസ് യോഗം ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AT സ്റ്റീഫൻ, പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, സേവാദൽ ജില്ലാ ചെയർമാൻ PD റപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൃപ്പുത്തരി മഹോത്സവം ഞായറാഴ്ച നടക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി ചടങ്ങുകൾ നടക്കുക. ഭക്തജനങ്ങൾക്കായി 1200 ലിറ്റർ പുത്തരി പായസമാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്നത്. പുത്തരി പായസത്തിനുള്ള ടിക്കറ്റുകൾ നാളെ വൈകുന്നേരം 4 മണി മുതൽ ക്ഷേത്രത്തിലെ തെക്കേനറ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ലഭ്യമാകും. 250 മില്ലി ലിറ്റർ പായസത്തിന് 60 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരാൾക്ക് പരമാവധി 120 രൂപയുടെ പായസം വരെ ഷീട്ടാക്കാൻ സാധിക്കും. ഞായറാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ഭക്തർക്ക് പ്രസാദ വിതരണം നടത്തുക. യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്കെതിരെ വീണ്ടും കേസ്. ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിയെയും സുഹൃത്തിനെയും അധിക്ഷേപിച്ച് നടത്തിയ പരാമർശത്തിലാണ് കേസ്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ സജീവമായ പെരുമ്പള സ്വദേശി SR ധന്യയ്ക്കെതിരെയാണ് തൃശൂർ സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,650 രൂപ, പവന് 1,17,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ളയാളെ ബ്രൂണയിൽ കണ്ടെത്തിയെന്ന വാർത്തയിൽ ട്വിസ്റ്റ്. പ്രചരിക്കുന്നത് കരുമത്ര സ്വദേശി ദാമോദരമേനോന്റെ ചിത്രമാണെന്ന് ബന്ധുക്കൾ. ഫോട്ടോയിൽ കണ്ടത് ദാമോദരനെന്ന് സ്ഥിരീകരിച്ച് പോലീസും. സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്ന പ്രചാരണത്തിന് പിന്നിൽ ഗൂഢാലോചനയാണോ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. തൃശൂരിൽ നാളെ പുലിയിറക്കം. പുലിമടകളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തവണ ചുവടുവെക്കുന്നത് 9 സംഘങ്ങൾ. നാടെങ്ങും ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. തൃശൂർ നഗരത്തെ പീതപതാകയണിയിച്ച് ഘോഷയാത്ര നടന്നു. ഓണാഘോഷത്തിന്റെ മറവിൽ കുന്നംകുളത്ത് പലചരക്ക് കടയ്ക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. പോർക്കുളം നിവേദ്യ സ്റ്റോഴ്സിന് നേരെയാണ് ആക്രമണം നടന്നത്.
ചിറ്റാറ്റുകരയിൽ ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി ജോയ്സൺ ആണ് മരിച്ചത്. എളവള്ളി കാക്കശ്ശേരി ഇന്ദ്രാംചിറയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.